എന്തായാലും ചടയമംഗലത്ത് പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ജ്വല്ലറിയിൽ കവർച്ച നടത്താൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. നെടുമങ്ങാട് സ്വദേശി സുജിത്ത്, പാലോട് സ്വദേശി സ്വപ്ന എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ സ്വപ്ന MBA വിദ്യാർത്ഥിനിയാണ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, എപ്പോഴായിരുന്നു ഈ മോഷണ ശ്രമം? ഒരു MBA വിദ്യാർത്ഥിനി കൂടി ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. എപ്പോഴാണ് ഈ പ്രതികളെ പിടികൂടിയത്? 9-ാം തീയതിയാണ് ഇവർ ഈ മോഷണ ശ്രമം നടത്തിയത്. അതും പട്ടാപ്പകലാണ് ജ്വല്ലറിയിൽ കയറി പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് മോഷണ ശ്രമം നടത്തിയത്. അപ്പോൾ തന്നെ നമ്മൾ CCTV ദൃശ്യങ്ങളടക്കം വാർത്ത നൽകിയതുമാണ്. ഇതിനുശേഷം ചടയമംഗലം പോലീസ് ഈ പ്രദേശത്തുള്ള 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതികളിലേക്ക് എത്തുന്നത്. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ നെടുമങ്ങാട് സ്വദേശിനിയായ സുജിത്തും പാലോട് സ്വദേശിനിയായ സ്വപ്നയും പിടിയിലാകുന്നത്. സ്വപ്ന ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി MBAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഇവരുടെ സുഹൃത്താണ് പിടിയിലായ സുജിത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിലേക്ക് എത്തിയതെന്നാണ് പ്രതികൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഈ മോഷണ ശ്രമം നടത്തിയ ശേഷം ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ വിവിധ ഭാഗങ്ങളിലൂടെ ചടയമംഗലം വഴി കടക്കലിലേക്ക് പോകുന്ന വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇതിനുശേഷം ഇവർ മറ്റൊരു വാഹനത്തിൽ കയറി പോകുന്നതും ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പിന്നീട് ഈ വാഹന നമ്പർ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ യുവാവിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണം, അതായത് യുവതിയെ പിടികൂടിയ ശേഷം ഇവർ നൽകിയ നമ്പർ, യുവാവിന്റെ നമ്പർ, ഇവരുടെ സുഹൃത്തായ യുവാവിന്റെ നമ്പർ, ഇവർ ഒരുമിച്ച് മുമ്പ് ഒരു സ്കൂട്ടർ ഷോറൂമിൽ ജീവനക്കാരായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ചടയമംഗലത്ത് ഇത്തരത്തിലൊരു മോഷണ ശ്രമം ഇവർ നടത്തിയത്. യുവതിയുടെ കയ്യിൽ മാലയുണ്ട് എന്ന് കരുതിയ ശേഷമാണ് ഇത്തരത്തിൽ ഇവർ പെപ്പർ സ്പ്രേ പ്രയോഗം ഈ സുജിത്ത് നടത്തിയത്. ഇതിനുശേഷം ഇവർ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും രണ്ടുപേരെയും പുലർച്ചയോടുകൂടിയാണ് പോലീസ് പിടികൂടിയത്. ഇവരെ ഇപ്പോൾ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോലീസ് സ്വീകരിക്കും. ആതിര, ശരി, കൊല്ലത്താണ് ജ്വല്ലറിയിൽ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് കവർച്ച നടത്തിയത്. രണ്ടുപേരും പോലീസ് പിടിയിലായിരിക്കുകയാണ്. പിടിയിലായതിൽ ഒരാൾ MBA വിദ്യാർത്ഥിയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.